ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 4ാമത്തെ അധ്യായം നിറമുള്ള നന്മകൾ എന്നാണ് അധ്യായത്തിന്റെ പേര്. അതിലെ 1ാമത്തെ പാഠഭാഗമായ മഞ്ഞപ്പാവാട എന്ന് പറയുന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ്, ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനങ്ങളാണ്. നമുക്കറിയാം, പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കുട്ടി, ആ കുട്ടി ഒരു പാവാടക്ക് വേണ്ടി, പിറന്നാൾ സമ്മാനമായ ഒരു പാവാടക്ക് വേണ്ടി കൊതിക്കുന്നു. അത് വാങ്ങിക്കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല. അവസാനം ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് അരഞ്ഞാണം വാങ്ങാൻ വേണ്ടി സൂക്ഷിച്ച തൊണ്ടിലെ കാശ് പൊട്ടിച്ച് മഞ്ഞപ്പാവാട വാങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പാവാട ആവശ്യപ്പെട്ട കുട്ടി അത് വേണ്ട എന്ന് പറഞ്ഞ് ആ മോഹം അവസാനിപ്പിക്കുന്നതാണ് കഥാഭാഗം. കൂട്ടുകാരെ, ഈ കഥാഭാഗം നന്നായി വായിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ 2 or 3 പ്രാവശ്യം ഈ കഥ വായിക്കുക. അതിനുശേഷം താഴെ പറയുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. നമ്മൾ ഈ പ്രവർത്തനമാണ് നോക്കുന്നത്. പറയാം എഴുതാമെന്നാണ് 1ാമത്തെ പ്രവർത്തനം. 1ാമത്തെ പ്രവർത്തനം വായിച്ചു നോക്കാം. കുഞ്ഞ് സ്വാദോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടും അച്ഛനും അമ്മക്കും സന്തോഷം തോന്നിയില്ല, കാരണമെന്ത്? കുഞ്ഞ് സ്വാദോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടും അച്ഛനും അമ്മക്കും സന്തോഷം തോന്നിയില്ല, കാരണമെന്ത് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ആ കഥാഭാഗത്ത് അത് വായിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം നമുക്ക് ഇങ്ങനെ എഴുതാം, ഉത്തരം ഇങ്ങനെ എഴുതാം. മോളുടെ പിറന്നാളാണ് നാളെ. അവൾക്ക് ഇഷ്ടപ്പെട്ട മഞ്ഞപ്പാവാട വാങ്ങിക്കൊടുക്കാമെന്ന് അമ്മ ഉറപ്പു കൊടുത്തത് കൊണ്ടാണ് അവൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ പാവാട വാങ്ങാൻ അവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. അതാണ് അച്ഛനെയും അമ്മയെയും ദുഃഖിപ്പിച്ചത്. സന്തോഷം തോന്നാതിരിക്കാൻ കാരണം അതാണ്. അടുത്ത ചോദ്യം. അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടി എന്തായിരിക്കും പറഞ്ഞത്? പാഠഭാഗത്തിന്റെ അവസാനത്തെ നമ്മൾ വായിച്ചിട്ടുണ്ടത്. അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടി എന്തായിരിക്കും പറഞ്ഞത് എന്നാണ്. നമുക്കതിങ്ങനെ എഴുതാം. കുഞ്ഞനുജൻ ഉണ്ടാകുമ്പോൾ അരഞ്ഞാണം വാങ്ങിക്കാൻ അമ്മ സൂക്ഷിച്ചതാണ് ഈ പണം. ആ തൊണ്ടിലെ പണത്തെ കുറിച്ചാണ് പറയുന്നത്. ആ പണം കൊണ്ട് എനിക്ക് മഞ്ഞപ്പാവാട വാങ്ങണ്ട, അതുകൊണ്ട് അരഞ്ഞാണം തന്നെ വാങ്ങാം. കാശുണ്ടാകുമ്പോൾ എനിക്ക് മഞ്ഞപ്പാവാട വാങ്ങി തന്നാൽ മതി. ഇത് ആണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടി പറഞ്ഞത്. ഉത്തരം ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം എന്തെല്ലാം സ്വപ്നങ്ങൾ എന്നാണ്. എന്തെല്ലാം സ്വപ്നങ്ങൾ? കഥയിലെ കുട്ടിക്ക് ഒരു പേര് നൽകാമോ? കുഞ്ഞനുജനെ കുറിച്ച് അവൾ എന്തെല്ലാം സ്വപ്നങ്ങളായിരിക്കും കണ്ടിരിക്കുക, എഴുതി നോക്കൂ എന്നാണ്. കഥയിലെ കുട്ടിക്ക് ഒരു പേര് നൽകാമോ എന്നുള്ളത് കുട്ടിക്ക് ഇഷ്ടമുള്ള പേര് നൽകാം. ആതിര എന്നോ അമ്മു എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. കുഞ്ഞനുജനെ കുറിച്ച് അവൾ എന്തെല്ലാം സ്വപ്നങ്ങളായിരിക്കും കണ്ടിരിക്കുക എന്നാണ് അടുത്ത ചോദ്യം. അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കുഞ്ഞനുജൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സ്വപ്നം കാണും. അവന് കയ്യും കാലും ഇളക്കി നമ്മളെ നോക്കി ചിരിക്കും. അവനെയും എടുത്ത് നടക്കും, ഞാൻ നടക്കും. അതുപോലെ തന്നെ പൂമ്പാറ്റകളെയും കിളികളെയും എല്ലാം കാണിച്ചു കൊടുക്കും. അവൻ ചേച്ചി ചേച്ചി എന്ന് എന്നെ കൊഞ്ചി വിളിക്കും. അതുപോലെ തന്നെ എൻ്റെ കളിപ്പാട്ടമെല്ലാം ഞാൻ അവന് കളിക്കാൻ വേണ്ടി കൊടുക്കും. ഞാൻ അവൻ്റെ കൈപിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകും, കൈപിടിച്ച് നടത്തും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ കഴിയും. ഇതൊക്കെ ചേർത്ത് നിങ്ങൾ എന്തെല്ലാം സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഈ പ്രവർത്തനം പൂർത്തിയാക്കി എഴുതുക. ഇനി അടുത്ത പ്രവർത്തനമായി പറഞ്ഞിരിക്കുന്നത് നിറമുള്ള വാക്കുകൾ എന്നാണ്. മഞ്ഞ നിറമുള്ള പാവാടയാണ് മഞ്ഞപ്പാവാട. ഇതുപോലെ നിറം ചേർന്ന് വരുന്ന എത്ര വാക്കുകൾ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഞ്ഞ നിറമുള്ള പാവാടയാണ് മഞ്ഞപ്പാവാട. ഇതുപോലെ നിറം ചേർന്ന് വരുന്ന എത്ര വാക്കുകൾ എഴുതാം? 1-2 ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെള്ളക്കൊക്ക്, നീലത്താമര. കൂട്ടുകാർ പല ഭാഗങ്ങളിലായി പഠിച്ചിട്ടുണ്ടാകും അത്തരത്തിലുള്ള പദം. ഉദാഹരണം നീലാകാശം, അതിന് കളറുണ്ട്, നിറമുണ്ട്, നീലാകാശം. അതുപോലെ തന്നെ മഞ്ഞക്കിളി, അതിന് കളറുണ്ട്, മഞ്ഞ കളറുണ്ട്. പച്ചത്തത്ത, അതിനും കളറുണ്ട്.
കറമ്പി പശു എന്ന് പറഞ്ഞ കറുത്ത പശുവിനാണ് കറമ്പി പശു എന്ന് പറഞ്ഞത്. പച്ചപ്പരവതാനി, നമ്മൾ സാധാരണ പച്ചപ്പരവതാനി എന്ന് പറയാറുണ്ട്. നീലത്താമര, നീലപ്പൊന്മാന്, വെള്ളക്കൊക്ക്, നേരത്തെ സൂചിപ്പിച്ച് വെള്ളക്കൊക്ക്. ഇങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട്. ഈ പദങ്ങളിലൊക്കെ കളറുകളുമുണ്ട്. ഇത്തരത്തിലുള്ള ധാരാളം പദങ്ങൾ കണ്ടെത്തി കൂട്ടുകാർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ള പ്രവർത്തനമാണ്, ഒരു സംഭാഷണമാണ്. വായിച്ചു നോക്കാം. അച്ഛൻ, നീ എന്തിനാ മോൾക്ക് ആശ കൊടുത്തത്? നീ എന്തിനാ മോൾക്ക് ആശ കൊടുത്തത്? അമ്മ പറയാണ്, മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാ. മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാ. അപ്പൊ അച്ഛൻ പറയാണ്, ഇനി നാളെ അവളോട് എന്ത് പറയും? ഇനി നാളെ അവളോട് എന്ത് പറയും? അപ്പം അമ്മ എന്തായിരിക്കും പറയാ? നാളെ അല്ലേ എന്തെങ്കിലും വഴി ഉണ്ടാകും, അല്ലെ? നാളെ അല്ലേ എന്തെങ്കിലും വഴി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അമ്മ മൺകുടുക്കയുടെ അടുത്തേക്ക് പോകുന്ന ഒരു രംഗമുണ്ടല്ലോ, അല്ലെ? അപ്പൊ അച്ഛൻ എന്തായിരിക്കും പറയുക? നീ എന്തിനാ മൺകുടുക്ക എടുക്കുന്നേ? നീ എന്തിനാ മൺകുടുക്ക എടുക്കുന്നേ? അപ്പൊ അമ്മ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇതിൽ കുറച്ച് പണമുണ്ട്, അതെടുക്കാം, മോളുടെ ആഗ്രഹം നടക്കട്ടെ. ഇതിൽ കുറച്ച് പണമുണ്ട്, അതെടുക്കാം, മോളുടെ ആഗ്രഹം നടക്കട്ടെ. ഇനി നമുക്ക് സംഭാഷണം വേണമെങ്കിൽ നീട്ടാം. കൂട്ടുകാര് കുറച്ച് സംഭാഷണം ഇവിടെ പൂർത്തിയാക്കി എഴുതിയാൽ മതി. ബാക്കി നിങ്ങൾക്ക് നോട്ട് ബുക്കിലേക്ക് പകർത്തിയിടാം. അടുത്ത പ്രവർത്തനം കണ്ടെത്തി എഴുതൂ എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അത്. മഞ്ഞപ്പാവാടയിലെ പെൺകുട്ടിക്കുണ്ടായ വിഷമമാണ് ഈ വാക്യത്തിലൂടെ സൂചിപ്പിക്കുന്നത്. എനിക്ക് സങ്കല്പിക്കാവുന്നതിലപ്പുറമായിരുന്നു അവിടെ നിന്നും കിട്ടിയ സമ്മാനങ്ങൾ. എനിക്ക് സങ്കല്പിക്കാവുന്നതിലപ്പുറമായിരുന്നു അവിടെ നിന്നും കിട്ടിയ സമ്മാനങ്ങൾ. ഇതുപോലുള്ള വാക്യങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു, സങ്കല്പിക്കാവുന്നതിലപ്പുറമായിരുന്നു, ഇത്തരത്തിലുള്ള രീതിയിലുള്ള വാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ധാരാളം വാക്യങ്ങൾ അത്തരത്തിൽ എഴുതാൻ കഴിയും. എനിക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമായിരുന്നു അവർ എന്നോട് കാണിച്ച സ്നേഹം. എനിക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ഞാൻ കേട്ട വാർത്ത. എനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ഞാൻ കേട്ട വാർത്ത. അതുപോലെ തന്നെ എനിക്ക് ചെയ്യാവുന്നതിലപ്പുറമായിരുന്നു എന്നെ ഏൽപ്പിച്ച ജോലികൾ. എനിക്ക് ചെയ്യാവുന്നതിലപ്പുറമായിരുന്നു എന്നെ ഏൽപ്പിച്ച ജോലികൾ. എനിക്ക് എടുക്കാവുന്നതിലപ്പുറമായിരുന്നു എന്നെ ഏൽപ്പിച്ച ഭാരം എന്ന് പറയാം, അല്ലെങ്കിൽ ഭാരം എന്ന് പറയാം. ഇങ്ങനെ അപ്പുറമായിരുന്നു, അതിലപ്പുറമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ധാരാളം വാക്യങ്ങൾ ഇങ്ങനെ എഴുതാം. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. സങ്കല്പിച്ച് എഴുതുക എന്നാണ്. ഈ കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലെ ഒരാളായിരുന്നുവെങ്കിൽ പിറന്നാളിന് എന്തെല്ലാമായിരിക്കും നിങ്ങൾ ഒരുക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു പിറന്നാൾ ഉണ്ടാകുമ്പോൾ വീട്ടിൽ നമ്മൾ ഒരുക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അത് ഒരു ക്ലാസ്സിലെ കുട്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ പിറന്നാളിന് ആ ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെണ്ണം ഇവിടെ എഴുതിയിട്ടുണ്ട്. പിറന്നാൾ മരം നടാം ഒരു പ്രവർത്തനമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യും? വർണ്ണ പേപ്പറുകളും ബലൂണുകളും കൊണ്ട് ക്ലാസ് അലങ്കരിക്കാം. പിന്നെ കുട്ടികൾ ചേർന്ന് പണം പിരിച്ചെടുത്ത് നമുക്ക് പിറന്നാൾ കേക്ക് വാങ്ങിക്കൊടുക്കാം, പിറന്നാൾ ഉടുപ്പ് വാങ്ങിക്കൊടുക്കാം. അതുപോലെ തന്നെ പിറന്നാളിന് കൂട്ടുകാർക്ക് സമ്മാനമായി പുസ്തകം നൽകാം, ആശംസാ കാർഡുകൾ നൽകാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, അല്ലെ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. അവർക്ക് ആശംസ നേർന്നുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതൊരു വീഡിയോ ആയി തന്നെ വേറെ ഈ പാഠഭാഗത്തുണ്ടാകും. അതിൽ നമുക്ക് പ്രിയപ്പെട്ട അമ്മു ആണെങ്കിൽ അമ്മു, അല്ലെങ്കിൽ ആതിര ആണെങ്കിൽ ആതിര എന്നൊക്കെ വിളിച്ചുകൊണ്ട് നമുക്ക് ഒരു കത്ത് ഇവിടെ തയ്യാറാക്കാം. ഇനി അടുത്ത പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന് പറയുന്ന, വീണ്ടും വായിക്കാം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സന്ദർഭം ഏതെന്ന് കണ്ടെത്തി പറയാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂട്ടുകാർക്ക് വ്യത്യസ്ത സന്ദർഭങ്ങളായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. എനിക്ക് ഇഷ്ടപ്പെട്ടത് കഥയുടെ അവസാന ഭാഗമാണ്. കാരണം കുഞ്ഞനിയൻ ഉണ്ടാകുമ്പോൾ അരഞ്ഞാണം വാങ്ങിക്കാൻ പണം കൂട്ടി വെച്ചിരുന്ന കുടുക്ക മകളുടെ ആഗ്രഹം, ഒരു മഞ്ഞപ്പാവാട എന്നുള്ള ആഗ്രഹം സാധിക്കാൻ വേണ്ടി അമ്മ പൊട്ടിക്കാൻ ഒരുങ്ങുന്നതും, ഇത് കണ്ട ആ കുട്ടി ചാടി എഴുന്നേറ്റ് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് അത് പൊട്ടിക്കരുത് എന്ന് പറയുന്ന ആ രംഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഭാഗം
കൂട്ടുകാർക്ക് എഴുതാം. ഇനി അടുത്ത പ്രവർത്തനം പറയുന്നത് പദശേഖരം എന്നാണ്. ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. സന്തോഷം കൊണ്ട് അവളുടെ ഹൃദയം തുടിച്ചു. വെറുതെ പുറത്തിറങ്ങി ചുറ്റി നടന്നപ്പോൾ അവളുടെ കാല് കഴച്ചു. ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുന്നവരായിരുന്നു. അടുത്തടുത്ത വീടുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നിങ്ങളുടെ പദശേഖരത്തിലുള്ള ചില വാക്കുകളാണ് അടിവരയിട്ടിരിക്കുന്നത്. സമാനമായ പദങ്ങൾ കണ്ടെത്താമോ എന്നാണ്. അതായത് ഇവിടെ അടിവരയിട്ട വീട്ടിൽ, സന്തോഷം, ഒന്നിച്ചു പഠിക്കുന്നവരായിരുന്നു, അടുത്തടുത്ത വീടുകളിലാണ്. ഈ പദങ്ങൾക്ക് പകരം പദങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളുടെ പദശേഖരത്തിൽ ഉണ്ടാകും. കാരണം ഇതിനു മുമ്പ് കഴിഞ്ഞ പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചതാണ് അതിന്റെ ഭാഗം, അതിനുള്ള പദങ്ങൾ. അപ്പോൾ നമുക്ക് വീട്ടിൽ എന്നുള്ളതിന് പകരം നമുക്ക് എന്തുപയോഗിക്കാം? ഗൃഹം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗൃഹം. അപ്പൊ നമുക്ക് വീട്ടിന് പകരം ഗൃഹത്തിൽ പോയി, ആ വീട്ടിൽ എന്ന് പകരമായിട്ട് ഗൃഹം എന്ന് എഴുതാം. സന്തോഷം, സന്തോഷത്തിന് ആഹ്ലാദം എന്ന് നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട്. സന്തോഷം സമം ആഹ്ലാദമാണ്. കാല് കഴച്ചു, കാല് എന്നുള്ളതിന് പകരം കഴല് എന്ന് നമ്മൾ പഠിച്ചതാണ്, കഴൽ. അപ്പൊ കാല് സമം കഴൽ എന്നാണ്. ഒന്നിച്ച് പഠിക്കുന്നവരായിരുന്നു. ഒന്നിച്ച് പഠിക്കുന്നവർക്ക് നമ്മൾ എന്താ പറയാ? സഹപാഠികൾ എന്നാ പറയാ, സഹപാഠികൾ. അപ്പൊ ഒന്നിച്ച് പഠിക്കുന്നവർ സമം സഹപാഠികൾ. അടുത്തടുത്ത വീടുകളിലാണ്, അതിനെന്താ നമ്മൾ പറയാ? അടുത്തടുത്ത വീട് എന്നുള്ളതിന് അയൽവാസി എന്നല്ലേ, അല്ലെങ്കിൽ അയൽക്കാർ എന്നല്ലേ. അപ്പൊ നമുക്ക് അയൽക്കാർ എന്നോ അയൽവാസി എന്നോ എന്നെഴുതാം. അങ്ങനെ ഈ പദങ്ങൾക്ക് അടിവരയിട്ട പദങ്ങൾക്ക് പകരം പദം കണ്ടെത്തി ഈ പ്രവർത്തനവും നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ഇനി അടുത്ത പ്രവർത്തനം കണ്ടെത്താം എഴുതാം എന്ന് പറയുന്ന പ്രവർത്തനമാണ്. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ കണ്ടെത്തി ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇവിടെ കുറച്ച് വാക്കുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് ഡിസോർഡർ ആണ് എഴുതിയിട്ടുള്ളത്. അത് ശരിയാക്കിക്കൊണ്ട് നമുക്ക് ക്രമപ്പെടുത്തി എഴുതാം. നോക്കൂ, അമ്മ വച്ചിട്ടുണ്ട് പായസം. ഈ 3 വേർഡുകളാണ് ഇവിടെ ഉള്ളത്. ഇത് ക്രമപ്പെടുത്തിയാൽ നമുക്കൊരു വാക്യം കിട്ടും. എന്തായിരിക്കും? അമ്മ പായസവും വെച്ചിട്ടുണ്ട്. അമ്മ പായസവും വെച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്തത് നീട്ടി സമ്മാനപ്പൊതി അവർ. അത് ക്രമപ്പെടുത്തുക എങ്ങനെ കിട്ടും? അവർ സമ്മാനപ്പൊതി നീട്ടി. അവർ സമ്മാനപ്പൊതി നീട്ടി. അടുത്തത് ചിത്രകഥാപുസ്തകം ഒരു മനോഹരമായ. എങ്ങനെ അത് പറയാം? ചിത്രകഥാപുസ്തകം ഒരു മനോഹരമായ എങ്ങനെ പറയും? ഒരു മനോഹരമായ ചിത്രകഥാ പുസ്തകം. ഒരു മനോഹരമായ ചിത്രകഥാ പുസ്തകം. അടുത്തത് എല്ലാവരും വന്നു കൂട്ടുകാർ. എങ്ങനെ പറയും? കൂട്ടുകാർ എല്ലാവരും വന്നു. കൂട്ടുകാർ എല്ലാവരും വന്നു. അടുത്തത് അജിതയുടെ ഇന്ന് ജന്മദിനമാണ്. എങ്ങനെ പറയും? ഇന്ന് അജിതയുടെ ജന്മദിനമാണ്. ഇന്ന് അജിതയുടെ ജന്മദിനമാണ്. അടുത്തത് പിറന്നാൾ നല്ല സമ്മാനം. എന്താ പറയാ? പിറന്നാൾ നല്ല സമ്മാനം. നല്ല പിറന്നാൾ സമ്മാനം. നല്ല പിറന്നാൾ സമ്മാനം. ഇങ്ങനെ ക്രമപ്പെടുത്തി നമുക്ക് ഒളിഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ക്രമപ്പെടുത്തി എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത പ്രവർത്തനം എന്റെ പദശേഖരത്തെ കുറിച്ച് എന്ന് പറയുന്ന ഭാഗമാണ്. ഈ പാഠഭാഗങ്ങളിൽ നിന്ന് പുതിയ പദങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കിടുക. പുസ്തകങ്ങൾ, മാസികകൾ, പത്രങ്ങൾ എന്നിവയിൽ നിന്ന് പദങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, അതിന് ടിക്കിടുക. ശേഖരിച്ച പദങ്ങൾ പുതിയ സന്ദർഭങ്ങൾ പ്രയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾ ടിക്കിടുക. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇതിലുള്ള ടെക്സ്റ്റ് ബുക്ക്, ഈ മഞ്ഞപ്പാവാട എന്ന് പറയുന്ന ഭാഗത്തെ ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതിന്റെ പ്രവർത്തനങ്ങൾ സെപ്പറേറ്റ് ആയി വേറെ തന്നെ നമ്മൾ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. പല വിശദീകരണം കൊടുത്തിട്ടുണ്ട്, ചില വിശദീകരണ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. കത്തെഴുതുക, അതുപോലെ തന്നെ സംഭാഷണം പൂർത്തിയാക്കുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വേറെ തന്നെ നൽകിയിട്ടുണ്ട്. ഇനിയും ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പാഠഭാഗം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഈ പാഠഭാഗത്തിലെ തുടർ പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.